എനിക്കൊന്നിനെയും ഭയമില്ല, അതെന്ത് പ്രത്യയശാസ്ത്രത്തിനെയും ഭയമില്ല, ഏത് വലതുപക്ഷ യുക്തിയെയും ഭയമില്ല, ഏത് എക്സ്ട്രീമിസത്തെയും എനിക്ക് പ്രശ്നമല്ല, ഏത് വ്രണപ്പെടാൻ കാത്തു നിൽക്കുന്ന ഏത് മതശരീരവും എനിക്ക് വിഷയമല്ല. ഒരു പക്ഷേ എഴുതി കഴിഞ്ഞതിന് ശേഷം ഞാനിത് വേണോ വേണ്ടോ, എത്ര എഡിറ്റർമാർ ഈ പാരഗ്രാഫ് കളയട്ടെ എന്ന് എന്നോട് ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾ കളഞ്ഞോളൂ, എനിക്ക് അങ്ങനത്തെ നിർബന്ധമില്ല. അങ്ങനെ എന്നെ സംബന്ധിച്ച് എഴുതുക എന്നുള്ളതാണ് പ്രധാനം. എഴുതുക, എഴുത്തിൻ്റെ ആനന്ദം ഉണ്ടാകുക, അതാണ് പ്രാഥമികമായിട്ടുള്ള സംഗതി. പക്ഷേ ഈ ഭയക്കാത്ത ഒരു ആള് തന്നെ 5 വയസ്സിലുണ്ടായ ഒരു ചൂഷണത്തെ അമ്മയോട് പോലും പറയാൻ കഴിയാത്തൊരു ഹിന്ദു ഉണ്ട്. ഒരുപക്ഷെ ആ ഹിന്ദു ആയിരിക്കുമോ ഈ എഴുതി തീർക്കുന്നത്? എൻ്റെ അമ്മ മരിക്കുമ്പോൾ എനിക്ക് 36 വയസ്സാണ്. എനിക്ക് അമ്മയോട് എന്തും പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. നിങ്ങളിപ്പോൾ എൻ്റെ കഥ എൻ്റെ ആണുങ്ങളിലും എടുത്ത് നോക്കിയാൽ അതിനകത്ത് സോളിറ്ററി സെക്സ് എന്ന് പറഞ്ഞിട്ടൊരു അധ്യായമുണ്ട്. എങ്ങനെയാണ് സ്ത്രീകൾ ലിബിഡോയെ നേരിടുന്നത് എനിക്ക് അറിയില്ല. അത് നമുക്ക് പല വഴികളുണ്ട്, നമുക്ക് സ്വതന്ത്രമായി നടക്കാം, ഇഷ്ടമുള്ളിടത്ത് പോവാം. പക്ഷെ അങ്ങനെയൊന്നും പിന്നെ എഴുത്തിൽ എന്ത് വേണമെങ്കിലും എഴുതാമെങ്കിലും ജീവിതത്തിൽ അങ്ങനെ അല്ലാത്ത ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് ചോദിക്കും, നീ ഇത് നിൻ്റെ അമ്മയോടാണോ പറയുക? ഞാൻ എൻ്റെ അമ്മയോടാണ് പറയുക. പക്ഷേ എന്നിട്ട് പോലും എനിക്ക് എന്തുകൊണ്ടാണ് അമ്മ അത് ഹേർട്ട് ചെയ്യും എന്നുള്ളത് കൊണ്ടോ? പിന്നെ ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ചെറുപ്പം മുതലേ എൻ്റെ വീട്ടിൽ ഇങ്ങനെ ഊമക്കത്ത് വരുമായിരുന്നു. അത് ക്രിയേറ്റ് ചെയ്യുന്ന ഇഷ്യൂവിന് പുറമെ ഞാനിനി ഒരു പുതിയൊരു സാധനം വെക്കുമ്പോൾ അതെനിക്ക് ശരിക്കും അതെനിക്ക് അമ്മയോട് പറയാനേ അമ്മയ്ക്ക് അറിയില്ല. പിന്നീട് എൻ്റെ സൗഹൃദ വലയങ്ങളിലുണ്ടായിട്ടുള്ള ഒരുപാട് പുതിയ മനുഷ്യർ, അവരെനിക്ക് പകർന്നു തന്ന ബിന്ദു, അല്ലെങ്കിൽ വേണുവേട്ടൻ, എൻ്റെ അനിയത്തി, അവളാണ് ശരിക്കും ഇപ്പം എൻ്റെ അമ്മ ആയി മാറിയത്. അമ്മുകുട്ടി, അവളെയാണ് എനിക്ക് പേടിയുള്ളൂ. അയ്യോ, അവളെനിക്ക് പേടിയാണ്. അമ്മ വരുമ്പോൾ ഞാൻ ടോയ്ലറ്റ് അടിച്ച് കഴുകണം. അപ്പോൾ എന്നോട് ഒരാൾ ചോദിക്കും, എന്താ നിങ്ങൾ രാത്രി 2 മണി, നാളെ അമ്മ വരും. അയ്യോ, വന്നാൽ നമ്മൾക്ക് എൻ്റെ അമ്മേനേക്കാളും വലിയ ടെററാണ് അവൾ. എൻ്റെ അമ്മയും അച്ഛനും ആയവൾ അവളാണ്. ഇടയ്ക്ക് ആര് വരുന്നു, ലക്ഷ്മി എന്നാണ് പേര് അമ്മൂട്ടിയിൽ, ആര് വരുന്നു, വടലക്ഷ്മി വരുന്നു പറയും. മനസ്സിലായില്ലേ? അവളോട് എനിക്ക് സംസാരിക്കാൻ പറ്റും. കുറച്ചുകൂടി മുതിർന്നപ്പം, 40കളിലേക്ക് എത്തിയപ്പം, പിന്നെ എൻ്റെ കഥ എൻ്റെ പെണ്ണുങ്ങൾ ഞാൻ മുഴുവൻ എഴുതി. അത് എഴുതി കഴിഞ്ഞപ്പോൾ എനിക്കുണ്ടായ ഒരു ധൈര്യമുണ്ട്. ആളുകൾ വഴക്ക് പിടിക്കാൻ വരികയാണെങ്കിൽ എത്ര വരും എന്നുള്ളത്. ശരിക്കും നമ്മൾ ബന്ധുക്കളെ വെച്ച് നെവർ ജഡ്ജ് എ പേഴ്സൺ വിത്ത് ദയർ റിലേറ്റീവ്സ് എന്നാണ്. ബന്ധുക്കളെ വെച്ച് നമ്മൾ ഒരാളെയും അളക്കരുത് എന്നാണ്. പക്ഷെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ആദ്യം പ്രതിചേർക്കപ്പെടുക അവരുടെ ഭാര്യ, കുട്ടികൾ. അതും എനിക്കൊരു വലിയ പ്രശ്നമാണ്. അത് എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരാളുടെ ഭർത്താവാണ്, എനിക്ക് വളരെ പ്രിയപ്പെട്ട എൻ്റെ ചേട്ടന്മാരുടെ അച്ഛനാണ്. ഇപ്പോഴും ഞാൻ ഒന്നിലും പിന്നെ ഒരാളുടെയും പേരുകളൊന്നും വെളിപ്പെടുത്തിയിട്ടില്ല, വലിയ അടയാളങ്ങളെ ഞാൻ വെച്ചിട്ടില്ല. പക്ഷെ ആ അനുഭവത്തിൽ കുതിരി മാറുന്ന പത്തായപ്പുരയിലൊക്കെ പത്തായത്തിനുള്ളിൽ കയറി, സൈഡിൽ ഒരു വലിയ പത്തായാണ്. അപ്പം അതിൻ്റെ ഉള്ളിൽ ഒരു എലിക്ക് കയറാനുള്ള സ്ഥലമുള്ളൂ. അത്രയും ചെറിയൊരു കുട്ടിയാണ്, ഒരു എലീൻ്റെ അത്ര വലിപ്പം ഉണ്ടാവുള്ളൂ, അത്ര ചെറിയൊരു പെൺകുട്ടിയാണ്. എനിക്ക് കയറാൻ പറ്റുമായിരുന്നു അതിൻ്റെ ഉള്ളിൽ. അതെങ്ങനെ? ആ സീനുകളിലൊക്കെ എൻ്റെ നെഞ്ച് പടപട ഇടിക്കുന്നുണ്ടായിരുന്നു. കാരണം നിങ്ങൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ എല്ലായിടത്തും അയാൾ വരുന്നുണ്ടായിരുന്നു. അത് വന്നിട്ട് അവസാനം ഈ പത്തായത്തിനകത്ത് കയറുമ്പോഴും എനിക്ക് പേടിയുണ്ടായിരുന്നു. കാരണം നിങ്ങൾ ക്ലോസ്ഡ് ആയി പോവാണ്. അപ്പം ഞാൻ വിചാരിച്ചു, ഒരു ഡോറ് തുറന്ന് നിങ്ങൾ ഓടിയിരുന്നെങ്കിൽ. ഞാൻ LKG UKG മറ്റോ ആണ്. അത്രയും ചെറുതായിരുന്നു. അത്രയും ചെറുതാണ്. പക്ഷെ നിങ്ങൾ ശക്തി എടുത്ത് തള്ളി മാറ്റി രക്ഷപ്പെടാൻ. ചെറിയ മീനൊക്കെ നമ്മൾ പിടിക്കാൻ നോക്കിയാൽ അത് അതിൻ്റെ ശക്തി കൊണ്ടല്ല, നമ്മൾ പിടിക്കുമ്പോൾ നമുക്ക് കിട്ടാത്തതുകൊണ്ട് വരുതി പോകുന്നത്, അത്രേ ഉള്ളൂ. അത് ഭയങ്കര ട്രോമാറ്റിക് ആയിട്ടുള്ള ഒരു അനുഭവമാണ്. എനിക്കത് പറയാനൊന്നും. പക്ഷെ ഇപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ ഇപ്പോൾ പറയുന്നത് എന്തുകൊണ്ടാ വെച്ചാൽ, ഇത്രയും പ്രിയപ്പെട്ട അമ്മയോട്, അച്ഛനോട് എനിക്ക് ജീവിതത്തിൽ അത് പറയാൻ കഴിയില്ല. എൻ്റെ അച്ഛൻ ഭയങ്കര എന്താ പറയുക, ഒരു ആൺകുട്ടീൻ്റെ കൂടെ ബൈക്ക് പോയാൽ നീ എന്തിനാ ആ ചെക്കൻ്റെ കൂടെ ബൈക്ക് പോയെന്ന് ചോദിക്കുന്ന ടീംസാണ് എൻ്റെ അച്ഛൻ. അമ്മക്കത് പ്രശ്നമില്ല. അമ്മ ഫോൺ ചെയ്യാതെ വല്ല ചെക്കന്മാരെയും കൂടെ ബൈക്കിലൊക്കെ താങ്ങി വരികയാണെന്ന് വെച്ചാൽ ഗേറ്റിൻ്റെ ഇവിടെ ഒന്ന് വന്ന് ഇറങ്ങണ്ടോ, അച്ഛൻ വന്നിട്ടുണ്ടെന്ന്. കാരണം അമ്മ നഗരത്തിൽ പഠിച്ച ആളാണ്. അച്ഛൻ അങ്ങനെ ഒരു അമ്മയോട് പോലും പറയാൻ പറ്റില്ല. അതാണ് ഞാൻ പറയുന്നത്. നമ്മൾ കുട്ടികൾക്ക് എത്രത്തോളം അടുപ്പം കൊടുത്താലാണ്. പക്ഷെ എൻ്റെ മകൻ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ അവൻ എന്നോട് പറയും. അതെനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. ഐ എം നോട്ട് എ ഗുഡ് മദർ. ഇപ്പോൾ ഈ 2 കുട്ടികളോട് ചോദിച്ചാൽ നല്ല പക്ഷെ എൻ്റെ മകനോ മകൾക്കോ എന്തെങ്കിലും പ്രശ്നം വന്നാൽ, അല്ലെങ്കിൽ അവർക്കൊരിതുണ്ടെങ്കിൽ അവനെന്നോട് പറയും. എൻ്റെ മകൻ എന്നോട് എന്തായാലും പറയും. പാരൻറ്റിങ്ങിൽ അങ്ങനത്തെ ഒരു പൊസിഷൻ കൂടി ആവശ്യമുണ്ട്. അങ്ങനെ ഒരു ഇടം കൂടി നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. അച്ഛനും അമ്മയും ആയിരിക്കണം ബെസ്റ്റ് ഫ്രണ്ട്സ്, ദ ബെസ്റ്റ്.
സുഹൃത്തിനോട് പറയുന്ന കാര്യങ്ങൾ നമുക്ക് അച്ഛനോടും അമ്മയോടും പലപ്പോഴും പറയാൻ കഴിയില്ല. പക്ഷെ എനിക്ക് ഐ എം ഷുവർ എൻ്റെ മകൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഞാനാണ്. ഐ എം നോട്ട് എ ഗുഡ് മദർ, ബട്ട് ഐ എം എ ബെസ്റ്റ് ഫ്രണ്ട്. നല്ല അടിപൊളി ചങ്ക് ഫ്രണ്ടാണ് ഞാൻ. അത് മതി. അമ്മ എന്നൊക്കെയുള്ള ഫീലൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു കേട്ടോ, ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്നു. അമ്മ എന്ന് ആദ്യമായി എൻ്റെ മോള് വിളിക്കുന്നത് അതൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു. ഇപ്പം എനിക്ക് വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ ഞാൻ പറയും കമ്മ കമ്മ എന്നെങ്ങാനും വിളിച്ച തലേൽ എന്നെ 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 അങ്ങനെയാണ് എൻ്റെ കുട്ടി. പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ 79 തവണയാണ് രാവിലെ 5 മണിക്ക് ട്രെയിൻ കയറി ഉച്ചയ്ക്ക് ഒരു 3 മണിയായപ്പോഴും എൻ്റെ മോൻ വിളിച്ചിരിക്കുന്നത്. സാറേ ഞാൻ പറഞ്ഞു ഞാൻ നിന്റെ അമ്മയാണ്, ഗേൾ ഫ്രണ്ട് അല്ല, ഇങ്ങനെ വിളിക്കണ്ട അങ്ങനെ പറയുന്നത്. പക്ഷെ അതൊരു പുരുഷൻ്റെ ഒരു സൗകര്യവും കൂടിയാണ്. കാരണം ഈ കുഞ്ഞുങ്ങൾ അത്രയും അറ്റാച്ച്ഡ് അല്ല, ഇല്ലെങ്കിൽ അവരുടെ കെയർ ഓഫിലല്ല എന്ന് പറയുന്ന ഒരു 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 ധാരണ, ഒരു മിഥ്യാധാരണ സമൂഹം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അത് പെണ്ണുങ്ങളുടെ ഒരു പാർട്ടാണ് മക്കളെന്ന് പറയുന്നത്. അതിനാണല്ലോ ജെൻഡർ എന്ന് നമ്മൾ പറയാം. അപ്പം നമ്മൾ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സെക്സ് ആൻഡ് ജെൻഡർ എന്ന് വെച്ചാൽ സെക്സ് ഇസ് യൂണിവേഴ്സൽ. നമുക്ക് ആൺ പെൺ ട്രാൻസ്ജെൻഡർ, ഇപ്പോഴാണ് ആ ട്രാൻസ്ജെൻഡർ എന്നുള്ളൊരു ഫോം, അല്ലെങ്കിൽ ഇൻ്റർസെക്സ് എന്ന് പറയുന്നത്. അപ്പം അങ്ങനത്തെ ഒരു കാറ്റഗറി അത് നമുക്ക് ഭൂലോകത്തെ ഏത് സമൂഹത്തിലും ഏത് സൊസൈറ്റിയിലും അത് മാത്രമേ ഉണ്ടാവുള്ളൂ, അതിൽ വ്യത്യാസം ഉണ്ടാവില്ല. പക്ഷെ ജെൻഡർ എന്ന് പറയുന്നത് നമ്മൾ സമൂഹത്തിൽ നിന്നും വ്യത്യാസമായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന കൺസെപ്റ്റാണ്. ബൊമ്മ കൊണ്ട് കളിക്കുന്ന കുട്ടി എന്ന് പറയുമ്പോൾ ആരെ ഓർമ്മ വരുന്നത്? പെൺകുട്ടീനല്ലേ. അതാണ് ദാറ്റ് ഇസ് ജെൻഡർ. ഞാൻ എൻ്റെ ഭയങ്കര ജെൻഡർ ഈക്വാലിറ്റിക്ക് വേണ്ടിയിട്ടൊക്കെ നിൽക്കുന്ന ഞാൻ തന്നെ ഇടയ്ക്ക് എൻ്റെ മോൻ കരഞ്ഞപ്പോൾ ഒരു ചോദിച്ച് അശ്ശേ നീ എന്താ ഈ ആൺകുട്ടിയായിട്ട് നിന്ന് കരയുന്നത്? ദാറ്റ്സ് എ ജെൻഡർ സ്റ്റേറ്റ്മെൻറ്റ്. ആൺകുട്ടിക്ക് എന്താ കരഞ്ഞൂടെ, പെൺകുട്ടിക്ക് എന്താ മരം കയറിക്കൂടെ? അത് സമൂഹത്തിൽ നിന്നും വ്യത്യാസമാവുന്നു. അതേപോലെയാണ് പാല് ഊട്ടുക എന്നുള്ളത് സെക്സാണ്, കാരണം അമ്മയ്ക്ക് മാത്രമേ കഴിയൂ. പ്രസവിക്കുക എന്നുള്ളത് സെക്സാണ്, അമ്മയ്ക്ക് മാത്രമേ കഴിയുള്ളൂ. എന്നാൽ കുഞ്ഞിന് ഭക്ഷണം കൊടുക്കുക, അപ്പിത്തുണി മാറ്റുക, കുഞ്ഞിനെ ഉറക്കുക, കുഞ്ഞിനെ എടുത്ത് നടക്കുക, ഇത് അമ്മയ്ക്ക് മാത്രം സാധ്യമാവുന്ന ഒന്നല്ല. അമ്മയ്ക്കാണ് അത് കൂടുതലായിട്ട് കഴിയൂ എന്ന് പറയുമ്പോൾ നിങ്ങൾ ജെൻഡറിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അച്ഛനും കൂടി അത് സാധിക്കും. ഈ ജെൻഡറിനെ കുറിച്ച് പറയുമ്പോൾ കുറച്ചുകൂടെ തീവ്രമാണെന്ന് തോന്നുന്ന രീതിയിൽ ഇന്ദു പറയാറുണ്ട്, ആണുങ്ങളുടെ ഷേക്ക് ഹാൻഡിലും ഞാൻ കാമം കാണുന്നുണ്ടെന്ന് പറയാം. എല്ലാവരുടെയും ഒന്നും പറഞ്ഞില്ലേ. ഇനി പണ്ടൊരു ഇൻ്റർവ്യൂ കൊടുത്തിട്ട് എന്നോട് ഒരാൾ ചോദിച്ചു എങ്ങനെയാണ് ആണുങ്ങളെക്കുറിച്ചും പെണ്ണുങ്ങളെക്കുറിച്ചും ഇത്രയും നല്ല ബന്ധത്തെക്കുറിച്ച് എഴുതാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ചെറുപ്പത്തിൽ ഞാൻ ആണുങ്ങളൊക്കെ തെണ്ടികളാണെന്നാണ് വിചാരിച്ചതെന്ന് പറഞ്ഞിട്ട് അത് മാത്രം കട്ട് ചെയ്ത് ആണുങ്ങൾ തെണ്ടികൾ 2 ലക്ഷം കമൻറ്റ്. മിനിയാന്നും കൂടി ഒരു ഉസ്താദ് എന്നെ ചീത്ത പറഞ്ഞിട്ടുള്ളൂ. അപ്പം ഞാൻ അങ്ങനെ ഫുള്ള് പറഞ്ഞില്ലേ. അങ്ങനെയുള്ള ആളുകളുമുണ്ട്. 6 മണി കഴിഞ്ഞാൽ കണ്ണുകൾ വേറെ രീതിയിലാവുന്ന മനുഷ്യരെ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. എത്ര മണി കഴിഞ്ഞാലും എത്ര ആൾക്കൂട്ടം ഇല്ലെങ്കിലും ആരും ഇല്ലെങ്കിലും കണ്ണുകളിൽ സ്നേഹവും സൗഹൃദവും ഉള്ള മനുഷ്യന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്.